ഹലോ, നമ്മുടെ പാറുക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും സ്കൂളിൽ ബുക്ക് ഫെയർ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഞാനിന്ന് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കിനും രണ്ടുപേരും കൂടെ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. പാറുക്കുട്ടിക്ക് ബുക്സ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്തായാലും പാറുക്കുട്ടി കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും കുറേ ബുക്സ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന മെർമെയ്ഡിൻ്റെ ബുക്കില്ലേ, ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഫെയർ വന്നപ്പം അമ്മുക്കുട്ടിക്ക് വാങ്ങിയത്. പാറുക്കുട്ടി ചെന്ന വഴി തന്നെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. പാറുക്കുട്ടിക്ക് പിന്നെ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. അത് വാങ്ങണോ, ഇത് വാങ്ങണോ, ആ ബുക്ക് വാങ്ങണോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്ക് സ്റ്റോളിലുള്ള ബുക്കുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാലും പാറുക്കുട്ടിക്ക് സന്തോഷമാകും കേട്ടോ. അത്രയ്ക്കും ബുക്ക് വായിക്കാനായിട്ട് ഭയങ്കര പ്രാന്താണ് പാറുക്കുട്ടിക്ക്. അപ്പോൾ ഇതേപോലെ ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീട്ടിൽ ബുക്സിൻ്റെ കളക്ഷൻ ഉള്ളവരും കമൻറ്റ് ചെയ്യണം. ഇത്തവണ അമ്മുക്കുട്ടിയും ഓരോരോ ബുക്സൊക്കെ പൊക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പാറുക്കുട്ടിക്ക് നമ്മളെപ്പോഴും ബുക്സ് വാങ്ങി കൊടുക്കാറുണ്ട്. അമ്മുക്കുട്ടിക്ക് അങ്ങനെ ഒരുപാട് ബുക്സ് ഒന്നും ഇല്ല. ബുക്സിൻ്റെ കളക്ഷനൊക്കെ അമ്മുക്കുട്ടിക്ക് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി, അമ്മുക്കുട്ടിക്ക് ഇഷ്ടമുള്ള, അമ്മുക്കുട്ടിക്ക് തോന്നുന്ന ബുക്ക് അമ്മുക്കുട്ടി എടുത്തോട്ടെ, അത് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടി തന്നെ തപ്പി എടുത്തുകൊണ്ട് ഓരോരോ ബുക്സ് കൊണ്ട് വരുന്നുണ്ട്. അമ്മുക്കുട്ടിയുടെ റേഞ്ചിന് പറ്റിയ ബുക്സൊക്കെ തന്നെയാണ് കേട്ടോ തപ്പി എടുത്തുകൊണ്ട് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് സ്റ്റിക്കർ ബുക്കാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് പല പല ഈ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അതിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ ബുക്ക് വേണമെന്നും പറഞ്ഞിട്ട് ഈ ഷിമ്മർ ഷൈൻ്റെ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മൂന് ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ആ ഒരു സന്തോഷമാണ് കേട്ടോ അമ്മുക്കുട്ടി കാണിക്കുന്നത്. ഞാൻ എടുത്തോളാൻ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഹാപ്പിനെസ്സാണ്. എന്നെ വന്നൊരു 100 കെട്ടിപ്പിടി ഉമ്മയും തന്നിട്ടുണ്ട് കേട്ടോ. അമ്മ എന്നാലും എടുത്തോളാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടുന്ന് ശരിക്കും ബുക്സ് വാങ്ങുന്നത് ഭയങ്കര കുറവാണ്. നമ്മൾ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ബുക്സൊക്കെ വാങ്ങാറുള്ളത്. അപ്പോൾ കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പാറുവിന് മൊത്തം കൺഫ്യൂഷനായേ, അത് വാങ്ങിയാലോ, ഇത് വാങ്ങിയാലോ, ഹാരി പോട്ടർ വായിക്കാത്തത് വാങ്ങിയാലോ. കുറേ ബുക്സിൻ്റെ സീരീസൊക്കെ വായിച്ചു കഴിഞ്ഞു. പിന്നെയും കുറേ ബുക്സ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനായിട്ട് അവസാനം ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും ഒരു ബുക്ക് എടുക്ക്, അത് നമുക്ക് മേടിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ പാറുക്കുട്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണേ. നമ്മളൊക്കെയല്ല ഞാൻ എത്ര അടയും കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ നിന്ന് റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ബുക്കായിരുന്നു കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇത്തവണയും അത് വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് പാറുക്കുട്ടി റസ്കിൻ ബോണ്ടിൻ്റെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. പക്ഷേ പാറുക്കുട്ടിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അമ്മുക്കുട്ടി അപ്പോഴത്തേക്കിനും റസ്കിൻ ബോണ്ടിൻ്റെ ഒരു സെറ്റ് ഓഫ് ബുക്സ് എടുത്തുകൊണ്ട് വന്നു. അത് റേറ്റ് നോക്കിയപ്പോഴത്തേക്കിനും 1000 എബവ് പോകുന്നുണ്ടമ്മേ, അതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാറുക്കുട്ടി അത് തിരിച്ചു കൊടുത്തു വിട്ടു. അങ്ങനെ പാറുക്കുട്ടി അടുത്ത ബുക്ക് തപ്പി എടുത്തിട്ടുണ്ട്. ഇത് കൊള്ളാമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ ശരി അമ്മ ഇത് മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു ശരി വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പാറുക്കുട്ടി അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി പ്പോഴത്തേക്കിനും പാറുക്കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്നും പറഞ്ഞ് അടുത്ത ബുക്ക് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയത്തില്ല, പാറുക്കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ, ഏതെടുക്കുമെന്ന് പറഞ്ഞിട്ട്. കുറേ ബുക്സൊക്കെ പാറുക്കുട്ടി ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മുക്കുട്ടി വേറൊരു ബുക്കും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഫുഡ് ഐറ്റം അമ്മ, നല്ല സ്റ്റിക്കറൊക്കെ ഉള്ള ബുക്ക് അമ്മ, ഇതും കൂടെ വാങ്ങി തരാമോ എന്ന് ചോദിച്ചു കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഈ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ അത് ഒട്ടിക്കാനൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞാൻ അമ്മുക്കുട്ടി എടുത്ത് പറഞ്ഞു ശരി അതുകൂടെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും പാറുക്കുട്ടി അടുത്ത ബുക്ക് തപ്പി എടുത്തിട്ടുണ്ട്. പാറുക്കുട്ടിക്ക് ശരിക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ സംഭവിച്ചത്, നോർമലി പാറുക്കുട്ടി നേരത്തെ തന്നെ ആ ഒരു എക്സിബിഷന് പോയി നോക്കി ബുക്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇത്തവണ പാറുക്കുട്ടി ഇപ്പോഴാണ് കേട്ടോ ആ ഫസ്റ്റ് ടൈം അങ്ങോട്ട് കയറി പോകുന്നത്. അതുകൊണ്ട് പാറുക്കുട്ടിക്ക് ആ കൺഫ്യൂഷനായി പോയതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും ഉണ്ടാകത്തില്ല. ഇന്ന ബുക്സാണ് നല്ലത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ നമ്മൾ വാങ്ങാറുള്ളത്. അപ്പോഴത്തേക്കും അമ്മുക്കുട്ടി അടുത്ത ഈ ഒരു ബുക്ക് തപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലോ അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുള്ള സ്റ്റിക്കറുള്ളൊരു ബുക്കാണ് കേട്ടോ. ഇത് മൊത്തം ഗ്ലിറ്റേഴ്സാണ്, നല്ല രസമാണ് കാണാൻ കേട്ടോ. ഭയങ്കര ഗ്ലേസിംഗ് ആണ് അതിൻ്റെ ഓരോ സാധനങ്ങൾക്കും. അപ്പോൾ അതിനകത്ത് കുറേ കുട്ടികളുടെയൊക്കെ പിക്ചേഴ്സ് ഉണ്ട്. അത് ആ ഒരു പിക്ചേഴ്സ് നമ്മൾ കണ്ടോ, നെയിൽ ആർട്ട് ആൻഡ് ഹെയർ സ്റ്റൈൽ അതാണ് കേട്ടോ. അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, നെയിലിലൊക്കെ നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം, ഹെയറിൽ ആക്സസറീസൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറേ സംഭവങ്ങളുള്ളൊരു ബുക്കാണ്. അപ്പോൾ അതും സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതും എനിക്ക്
ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മുക്കുട്ടി മറ്റേ ഫുഡിൻ്റെ ബുക്കും ആ ഒരു നെയിൽ ആർട്ടിൻ്റെ ആ ഒരു ബുക്കും കൂടെ സെലക്ട് ചെയ്തു. പാറുക്കുട്ടി അറ്റ് ലാസ്റ്റ് ദേ ഈ ഒരു ബുക്ക് തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. ഇത് മതി, ഇത് സൂപ്പറാണെന്ന് പറഞ്ഞു. അങ്ങനെ ദേ അപ്പോഴത്തേക്കിനും സമയം കുറേ ആയിരുന്നു. നമ്മൾ ബില്ല് ചെയ്യാൻ പോവുകയാണ്. ബില്ല് ചെയ്തിട്ട് നമ്മൾ വേഗം വീട്ടിൽ പോകണം, കാരണം പാറുക്കുട്ടിക്ക് ട്യൂഷന് പോകാനുണ്ട്. അപ്പോഴത്തേക്കിനും ഓൾറെഡി ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു ബുക്ക് കിട്ടിയപ്പോഴത്തേക്കിനും പാറുക്കുട്ടി ഭയങ്കര ഹാപ്പിയായി. പാറുക്കുട്ടിക്ക് ഇനി എങ്ങനെയെങ്കിലും അത് വായിച്ച് ചേർക്കണം കേട്ടോ. ഇനി പാറുക്കുട്ടിയുടെ അടുത്ത പരിപാടി എന്താണെന്നറിയാമോ? ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തും പോകുന്നിടത്തും ഒക്കെ ആ ഒരു ബുക്ക് കയ്യിലുണ്ടാവും. അമ്മുക്കുട്ടി ഇതേ പെട്ടെന്ന് ഓടിപ്പോയി അവിടെ ഒരു സ്റ്റൂളിൽ ഇരുന്നിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഈ ബുക്ക് കണ്ടില്ലേ അമ്മ എന്നാലും ഇതെനിക്ക് വാങ്ങി തന്നല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. കുറേ പ്രാവശ്യം കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നു. അമ്മുന് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഇത് ഭയങ്കര ഹാർഡാണ്. ഇത് വരയ്ക്കണം. ഇവിടെ കൂടി സ്റ്റാർട്ട് പോവാം. വീട്ടിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കാം. അതിന്റെ ഞാൻ കണ്ടതാ, എടുത്തിട്ടുള്ളതാ വീഡിയോ. ബാ നമുക്ക് പോവാമോ? അതൊക്കെ കണ്ടതാമോ? ബ്യൂട്ടിഫുൾ ആണെന്ന് ഇതിനകത്ത് എല്ലായിടത്തും അപ്പൊ ലാസ്റ്റ് ആയിരിക്കും ബാ 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 നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയമ്മു. മെസ്സേജ് വന്നു. അങ്ങനെ ബുക്സൊക്കെ വാങ്ങി നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.